പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ഇന്ന് ഞായറാഴ്ച സെപ്റ്റംബർ 14, 2025. ഇന്ന് ജന്മാഷ്ടമിയാണ്. ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഈശ്വരന്മാർക്കും അവരവരുടേതായ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഹിന്ദുക്കൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരന്മാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, എന്നുവെച്ചാൽ കുറവില്ല, ഇഷ്ടം പോലെ ഈശ്വരന്മാരാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നതും മനസ്സിലൊരു വാത്സല്യം തോന്നുന്നതും അതേസമയം നിറയെ മായ തോന്നുന്ന ഒരു ഭഗവാൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. എൻ്റെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന സമയം എല്ലാ ഭഗവാന്മാരും ഉണ്ട്, പക്ഷെ സെൻറ്ററിൽ വെച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണനാണ് കേട്ടോ. കാര്യം വേറെ ഒന്നുമില്ല, എല്ലാ ഭഗവാന്മാരും നമുക്ക് ഒരുപോലാണേ, ആർക്കും ദേഷ്യം തോന്നില്ലേ. പക്ഷേ എന്താ പറയുക, ശ്രീകൃഷ്ണനെ കാണുമ്പോൾ നമുക്ക് പിന്നെ ഒരു ചെറിയ കാര്യമുണ്ടോ, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകണം എന്ന് ആഗ്രഹിച്ചാലും അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ തടസ്സം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വരും. അത് ഭഗവാൻ വിചാരിച്ചാലേ പോകൂ എന്നൊരു ഐതിഹ്യമുണ്ട്. അതേപോലെ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ എത്തിച്ചേരുകയാണെങ്കിൽ തന്നെ തൊഴുതിട്ട് തിരിച്ച് മടങ്ങി ഇറങ്ങുന്ന സമയത്ത് മുൻപ് അറിയാമല്ലോ, ഗുരുവായൂർ ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം വലിയൊരു നടപ്പാതയൊക്കെ ഉണ്ട്. ആ നടപ്പാതയുടെ അവിടെ ചെന്നിട്ട് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഭഗവാൻ ഒരിക്കൽ കൂടി നമ്മൾ വിളിക്കും എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇതൊക്കെ വിശ്വാസമാണ്. പിന്നെ വിശ്വാസമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് കൊണ്ടുപോകണം. എന്തായാലും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം ആവട്ടെ എല്ലാവർക്കും. ഇന്ന് ഓണമൊക്കെ കഴിഞ്ഞുള്ള അടുത്തൊരു ഐശ്വര്യമായിട്ടുള്ളൊരു ഞായറാഴ്ചയാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർണ്ണവർഷത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. അറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. എല്ലാവരും വിളിക്കുക, വാട്സാപ്പ് ചെയ്യുക. ആദ്യത്തെ കോൾ റെഡിയാണ്. ഇതിലേത് നമ്പറിലാണ് ഇന്ന് സ്വർണ്ണം ഇരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഹലോ. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് ആറ്റിങ്ങൽ നിന്ന് മധുവ. എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങൾ? സുഖമാണോ? നല്ല വിശേഷം. നല്ല വിശേഷം. ഓണമൊക്കെ എങ്ങനെയുണ്ടായി? ഓണമൊക്കെ അടിപൊളിയായിരുന്നു. എത്ര സദ്യ ഉണ്ടു? ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. സത്യം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, 4. എന്റെ അമ്മോ, ഭയങ്കര തന്നെ. എല്ലാം ഓരോരോ റിലേറ്റീവ്സിന്റെ വീട്ടില്, ബന്ധുക്കളുടെ വീട്ടിലായിരിക്കും അല്ലേ, മാറി മാറി. വീട്ടിലായിരുന്നു. ഒരു ദിവസം മാത്രമേ ഉള്ളായിരുന്നു നമ്മളെ വീട്ടിൽ, ബാക്കിയെല്ലാം മറ്റുള്ളവരുടെ വീട്ടിലായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഓണമൊക്കെ ഹാപ്പി അല്ല, അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പൊ എന്തായാലും നമുക്കൊരു സ്വർണം കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാം. അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 46. ശരി, 46ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാം. ആറ്റിങ്ങലിൽ നിന്ന് വിളിക്കുന്ന ശ്രീ മധുവിനെ കാത്ത് സ്വർണം ഇരിക്കുന്നുണ്ടോ നോക്കാം. 46 ഞാൻ തുറക്കാൻ പോവാ, നോക്കിക്കോളൂ. അയ്യോ, സ്വർണ്ണം ഇല്ല. അത് സാരില്ല. 4 സദ്യയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കല്ലേ. ഇനി അതൊക്കെ ഒന്ന് ദഹിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തത് വയറ് നിറയ്ക്കാനുള്ള സ്വർണം ഞങ്ങൾ തരാം. സാരില്ല കേട്ടോ, ഇത്ര നിരാശപ്പെടില്ല, എന്നെ കൂടെ വേദനിപ്പിക്കില്ലേ. സാരില്ല, അടുത്ത പ്രാവശ്യം വിളിക്കൂ കേട്ടോ. ടാറ്റാ, ബൈ. ശരിയല്ലേ, ഓണം എന്ന് പറഞ്ഞാൽ തിരുവോണം നമ്മൾ പറയാറുണ്ട്. ഉത്രാടം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഉത്രാട പാച്ചിൽ എന്നൊക്കെ പറയാറുണ്ട്. അത് ലാസ്റ്റ് മിനിറ്റ്, എന്നെപ്പോലെ അവസാന നിമിഷം എല്ലാം വെക്കുന്നവരുടെ ദിവസമാണ് ഉത്രാടം എന്ന് പറയുന്നത്. കാരണം അവസാന നിമിഷം നമ്മളെല്ലാം ഒപ്പിക്കുന്ന ഒരു ദിവസമാണ് ഉത്രാടം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ശരിക്കും ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഉത്രാടത്തിൻ്റെ തലേന്നായിരുന്നു പാച്ചിൽ. കാരണം ഉത്രാടവും അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മോഡാണ്. എന്നിട്ട് ഉത്രാടത്തിന് അന്ന് ഞങ്ങളുടെ വീട്ടിൽ സദ്യ ഉണ്ടാക്കി, തിരുവോണത്തിന് വേറെ സദ്യ.
അങ്ങനെ പിന്നെ അവിട്ടം ചതയും പിന്നെ എന്തായാലും സദ്യ ആണല്ലോ. ഓരോ ദിവസവും സദ്യ കഴിക്കാൻ ഓരോ കാരണം എന്ന് പറയുന്ന പോലെയാണ്. അടിപൊളി. പക്ഷെ ഞാൻ എപ്പോഴും പറയും കേട്ടോ, ഈ ലോകത്ത് ഏറ്റവും സുന്ദരമായ നല്ല സ്ഥലം ഓണം ആഘോഷിക്കാൻ നമ്മുടെ തിരുവനന്തപുരമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത്രയും സുന്ദരമാക്കുന്ന സർക്കാരിന് ഒരുപാട് നന്ദി. കാരണം എത്ര ഭാഗത്തു നിന്നാണ്, എത്ര സ്ഥലത്തു നിന്നാണ് ആളുകൾ നമ്മുടെ ഓണാഘോഷം കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് വരുന്നത്. അത്ര ഇറ്റ്സ് വർത്ത് ഇറ്റ്. ആ ലൈറ്റ്സൊക്കെ അങ്ങ് വാരി വെതറിയിരിക്കുകയാണ്. പക്ഷേ ഈ ലൈറ്റ്സിൻ്റെ ഒക്കെ ഇടയിൽ ക്രിസ്മസിനുള്ള ലൈറ്റൊക്കെ ഇട്ടു കേട്ടോ. ക്രിസ്മസ് സ്റ്റാറൊക്കെ ഞാൻ കണ്ടു ഇതിൻ്റെ ഇടയിൽ. അങ്ങ് വാരി വെതറാണ് ലൈറ്റൊക്കെ. ക്രിസ്മസിന് ഓണമെന്നൊന്നും ഇല്ല, ആഘോഷിക്കുക അത്ര തന്നെ. ശരി, നമ്മുടെ അടുത്ത കോൾ റെഡിയാണ് കേട്ടോ. ഹലോ, കട്ടായി പോയിന്ന് മാത്രം അറിയരുത്. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സന്ദീപ്. ഹായ് സന്ദീപ്, എന്തൊക്കെയുണ്ട്? സുഖമാണോ? സുഖമാണ്. എന്തൊക്കെയാണ് ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ? എന്താണ് ഓണത്തിന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. സാധാരണ ഒരു ഓണം അല്ലേ? ശരി, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആണല്ലോ. എന്താണ് ചുറ്റും ഉറിയടിയും അങ്ങനത്തെ ചെറിയ ചെറിയ കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ വീടിന്റെ അടുത്തൊക്കെ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആണ്. ശരി, അപ്പൊ നമ്പർ പറഞ്ഞോളൂ, അപ്പൊ കുറെ കൂടി ക്ലിയർ ആവും. നമ്പർ പറഞ്ഞോളൂ. നമ്പർ 48. എല്ലാരും 40കളാണല്ലോ ഇന്ന് പിടിച്ചിരിക്കുന്നത്. 48. ശരി, 48-നുള്ളിൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. സന്ദീപ് എന്നല്ലേ പേര് പറഞ്ഞേ? ഓക്കെ, സന്ദീപിന് 40-നുള്ളിൽ. അയ്യോ സന്ദീപേ, സ്വർണ്ണം ഇല്ലാന്നാണ് പറയണേ. എന്ത് ചെയ്യും? അയ്യോ, വലിച്ച് ദൂരെ കളഞ്ഞല്ലോ. കുഴപ്പമില്ല, സാരമില്ല. സന്ദീപ് എന്താ ചെയ്യണേന്ന് പറഞ്ഞില്ലല്ലോ. വർക്ക് ചെയ്യുവാണ്. ആണോ? അപ്പം ഓണത്തിനൊക്കെ അവധി ഉണ്ടായിരുന്നോ? നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരി, ഓക്കെ സന്ദീപ്. സോ താങ്ക് യു സോ മച്ച്. ബിലേറ്റഡ് ഹാപ്പി ഓണം ആൻഡ് ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി. താങ്ക് യു. ശരി, അപ്പം നമ്മളെ വിളിച്ചത് സന്ദീപാണ്. നമുക്ക് ഇന്ന് 46-ഉം 48-ഉം പോയി കഴിഞ്ഞു, രണ്ടിനും സ്വർണ്ണമില്ല. ഓക്കെ, ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധ 40കളിലാണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത കോളർ ആരെന്ന് നോക്കാം. കോൾ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഹലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കോൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓണത്തിന് നമുക്ക് സദ്യ കഴിക്കാൻ പ്രത്യേകിച്ച് അങ്ങനെ കാരണമൊന്നും വേണ്ട അല്ലേ? നമുക്ക് മിനിമം ഒരു 2 സദ്യ അല്ലെങ്കിൽ 3 സദ്യ എങ്കിലും ഉണ്ടാവും. 4 ഇത്തിരി കൂടുതലാണ്. പക്ഷേ നേരത്തെ നമ്മളെ വിളിച്ച മധുചേട്ടനൊക്കെ 4 സദ്യ കഴിച്ചു എന്നാണ് പറഞ്ഞത്. അടുത്ത കോളർ എത്ര കഴിച്ചു എന്ന് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഗിരിജ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. എവിടുന്നാ വിളിക്കണേ? സ്ഥലം? ഹലോ. ഗിരിജ, സ്ഥലം പറയൂ. നമ്പർ 14. നമ്പറൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്നാ സ്ഥലമൊക്കെ ഒന്ന് പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. എവിടുന്നാ വിളിക്കണേ പറയൂ. പാലക്കാട് നിന്നാണ്. ഓക്കെ, പാലക്കാടൊക്കെ ഓണം അടിച്ചു പൊളിച്ചോ? ഓണൊക്കെ സൂപ്പർ ആയിരുന്നു അല്ലേ? ഓണൊക്കെ സൂപ്പറായി. ശരി, അപ്പൊ 14 പറഞ്ഞിരിക്കുന്ന നമ്പർ. ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. നോക്കിക്കോളൂ. 14-ന്റെ ഉള്ളിൽ സ്വർണ്ണ ഇല്ലെന്നേ. അത് ക്ലിയർ ആയിട്ട് കേട്ടൂല്ലോ. അത് ക്ലിയർ ആയിട്ട് കേട്ടില്ലേ? ഓക്കെ ഡൺ. ശരി, താങ്ക് യു. ബൈ. എൻ്റെ രണ്ടാമത്തെ വാവ ഇപ്പോൾ ഓക്കെ പറയാം. ഇങ്ങനെ പറയാം കോക്കെ. കോക്കെ എന്ന് പറയും. അതേപോലെയാണ്. അപ്പം കോക്കെ. ശരി, അപ്പം എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തൊഴുതിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് വീണ്ടും തിരിച്ച് ഭഗവാൻ വിളിക്കും എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഗുരുവായൂർ അമ്പലം മാത്രമല്ല, പല വലിയ ക്ഷേത്രങ്ങളിലും ഇതേപോലെ നമുക്ക് വിചാരിച്ചാൽ ഉടനെ പോകാൻ കഴിയില്ല, ഭഗവാൻ വിളിക്കണം എന്നൊക്കെ പറയും. അത് ചിലപ്പോൾ അവിടുത്തെ തിരക്ക് കാരണം എപ്പോഴും പോകാൻ പറ്റില്ല എന്നുമായിരിക്കും കേട്ടോ അതിൻ്റെ കാരണം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസമാണല്ലോ വലുത്. അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സന. എവിടുന്നാ വിളിക്കുന്നേ? കരുനാഗപ്പള്ളിന്നാണോ? ഓക്കെ, സൗണ്ട് കേട്ടാൽ അങ്ങ് അമേരിക്കയിൽ നിന്ന് വിളിക്കുന്ന പോലെയാണ്. അത്ര ദൂരത്തുനിന്ന് വിളിക്കണ പോലെ ഇരിക്കണു. കരുനാഗപ്പള്ളിയിൽ നിന്ന് വിളിക്കുന്ന സന കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരി, സന ഏത് ക്ലാസ്സിലാണ്? 24 ക്ലാസ്സിലാണോ? ഇങ്ങനെയൊക്കെ ഇപ്പൊ ക്ലാസ് ഉണ്ടോ? ഏത് ക്ലാസ്സിലാണ് സന പഠിക്കുന്നത്? 5th സ്റ്റാൻഡേർഡ്. ശരി, അപ്പൊ നമുക്ക് 24 തുറന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ സനക്കുട്ടിക്ക് 24-ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ നോക്കട്ടെ. അയ്യോ സന വിഷമിക്കോ?
സങ്കടായോ? സ്വർണം ഇല്ല. സാരില്ലേ വിഷമിക്കണ്ട കേട്ടോ. മിടുക്കി കുട്ടിയായിട്ടൊക്കെ പഠിക്കൂ. നമുക്ക് കഷ്ടപ്പെട്ടാലേ സ്വർണം കിട്ടൂ. ചുമ്മാ പറഞ്ഞാട്ടോ. സനക്കുട്ടി അടുത്ത പ്രാവശ്യം വിളിക്കൂ, സ്വർണം കിട്ടും. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, നമ്മളെ വിളിച്ചത് സനയാണ്. ഈ കൊച്ചുകുട്ടികളൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ എനിക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റിയില്ല, എന്തോ ലൈനിന് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു സനയുടെ കോളിന്. ഓക്കെ, അപ്പം വിശ്വാസങ്ങളുടെ കാര്യം പറയുമ്പം എൻ്റെ പഴയൊരു കഥ പറയാട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് എൻ്റെ നല്ല പ്രായത്തിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സമയത്ത് ആറ്റുകാൽ ക്ഷേത്രം എല്ലാവർക്കും അറിയാലോ അല്ലേ? ലേഡീസ് ശബരിമല, സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആറ്റുകാൽ അമ്പലം. അപ്പോൾ ആറ്റുകാൽ അമ്മയുടെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ എനിക്കൊരു അവസരം വന്നിട്ടുണ്ടായിരുന്നു പണ്ട്. അതിൽ ആറ്റുകാൽ അമ്മയുടെ കഥാപാത്രം ചെയ്യാനായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അന്ന് പൊങ്കാല നടക്കുന്ന സമയത്ത് പൊങ്കാലയുടെ വിഷ്വൽസ് ഒക്കെ ഷൂട്ട് ചെയ്തു. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് ആ നടയുടെ മുൻപിൽ തന്നെ നിന്ന് പൊങ്കാല ഇടാനുള്ള അവസരമൊക്കെ കിട്ടി. ഭയങ്കര എന്തായിരുന്നു. എന്നിട്ട് ആ ഡോക്യുമെൻ്ററി ഇങ്ങനെ തകർത്ത് പിടിച്ച് ഷൂട്ടിങ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാം ചെയ്തു. ലാസ്റ്റിൽ മറ്റേ ഗുരുതി ദർപ്പണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകണ ആ ലാസ്റ്റ് ദിവസം ഉണ്ടല്ലോ, അന്ന് വരെ ഷൂട്ടിംഗ് കഴിഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയാം, ഈ കോൾ കഴിഞ്ഞിട്ട് പറയാം. ഹലോ, പോത്തി സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ, പേര് പറയൂ. വിശ്വനാഥ്. എന്തൊക്കെയുണ്ട് വിശ്വനാഥ് വിശേഷങ്ങൾ? നല്ല വിശേഷം മേഡം. നല്ല വിശേഷം. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ? ഓണം കുഴപ്പമില്ലാതെ പോയി. കുഴപ്പമില്ലാതെ പോയി. ഓക്കെ, വീട്ടിൽ തന്നെ ആയിരുന്നോ അതോ യാത്രയൊക്കെ പോയോ? ഇല്ല, വീട്ടിൽ തന്നെ ആഘോഷിച്ചു. ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടിലെ ഭാര്യ, ഞാന്, അമ്മ, ഏട്ടൻ, എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിച്ചു അല്ലേ? അതെ അതെ. ഓക്കെ, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആണല്ലോ അല്ലേ? അതെ, ഇന്ന് അമ്പാടി കണ്ണന്മാരുടെ നഗരത്തിലെ യാത്രകളൊക്കെ ഉണ്ട്. ഘോഷയാത്രയൊക്കെ ഉണ്ട്. കാണാൻ പോവോ? പിന്നെ തീർച്ചയായിട്ടും. അടിപൊളി. ഓക്കെ, ശരി. അവിടെ പാലക്കാട് കുന്നത്തൂർമേട് ശ്രീകൃഷ്ണ ക്ഷേത്രം നല്ല ആഘോഷം. ഓ, ഭയങ്കര ആഘോഷമായിരിക്കും അപ്പൊ അവിടെ അല്ലേ? അതെ 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 അതെ. അടിപൊളി. നല്ല നല്ല സുഖമായിരിക്കും. ശരിക്കും പറഞ്ഞ ഈ തിരക്കൊക്കെ കാരണമാണ്. പക്ഷെ ഈ തിരക്കാണെങ്കിലും അതാണ്, ആ തിരക്കും അതൊക്കെ തന്നെയാണ് ആ ഘോഷയാത്രയുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. കൂട്ടത്തോടെ എല്ലാവരും ആഘോഷിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അല്ലേ? ഭജനകളും അതാണ്. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 41. ഓക്കെ, 41ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ തുറക്കാൻ പോവാ. നോക്കിക്കോളൂ. സോറി, 41ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല. സാരില്ല, നല്ലൊരു ദിവസമായിട്ട് ACVയിലേക്ക് വിളിച്ചു കിട്ടിയില്ലേ? കേരളം മുഴുവൻ കേൾക്കുമല്ലേ? അതാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഘോഷയാത്രയ്ക്ക് എൻജോയ് ചെയ്യുക. ഓക്കെ, ഞങ്ങൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ACVയിൽ ഒരു നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കിട്ടാൻ എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ വേറൊരു നമ്പർ കൂടി ഞാൻ പറയാം. 8086011313. ഓക്കെ, 8086011313. ഈ നമ്പറിലേക്കും നിങ്ങൾക്ക് വിളിച്ച് നോക്കാം. ഓക്കെ, മറ്റേ ഫോണിൽ ലൈനിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്, ബിസി ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു നമ്പറും കൂടെ ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. 8086011313. ആ നമ്പറിലേക്കും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. കണ്ടോ, അതാണ് സ്വർണ്ണവർഷം. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ഞങ്ങൾ ഒരു ലൈനും കൂടി ഓപ്പൺ ചെയ്ത് തരാണ്. ഓക്കെ, അപ്പം ധാരാളം വിളിക്കാനുള്ള അവസരമുണ്ട്, വിളിക്കാം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കഥ, അങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ട് അവസാന ദിവസം 10 ദിവസത്തെ ഉത്സവമാണല്ലോ ആറ്റുകാൽ ക്ഷേത്രത്തിൽ. ഉത്സവമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഡോക്യുമെൻ്ററി റെഡിയായി എഡിറ്റിങ്ങിനൊക്കെ അങ്ങോട്ട് പോയി. ആ ഡോക്യുമെൻ്ററി എടുത്ത് പ്രൊഡ്യൂസറിൻ്റെ പ്രശ്നം, ആ ഡോക്യുമെൻ്ററി എടുത്ത് ഡയറക്ടറിൻ്റെ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ, അങ്ങനെ ആ ഡോക്യുമെൻ്ററി നമുക്ക് പുറത്തേക്ക് ഇറക്കാൻ ഇന്നത്തെ ദിവസം വരെ സാധിച്ചിട്ടില്ല. എത്ര വർഷം മുൻപത്തെ കഥയാണ് ഞാൻ പറയണമെന്നറിയോ? എന്നിട്ട് അവർ പറയാറുള്ള കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആറ്റുകാൽ അമ്മയെക്കുറിച്ച് ഇങ്ങനൊരു ഡോക്യുമെൻ്ററി ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവരെ അത് പൂർണ്ണമാക്കാൻ ആർക്കും അങ്ങനെ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇനിയിപ്പം ഇത് കേട്ടിട്ട് ആരെങ്കിലും ഇനിയും നോക്കി റെക്കോർഡ്സ് എടുത്ത് പണ്ടെടുത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. പക്ഷേ ഞങ്ങൾ നോക്കിയിട്ടൊന്നും കണ്ടില്ല. പക്ഷേ അത് എന്തുമാത്രം എഫേർട്ട് ഇട്ട് ബുദ്ധിമുട്ടിയാണെന്നറിയോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവസാന ദിവസം ചുമന്ന സാരിയൊക്കെ കൊടുത്ത് ഷൂട്ടിംഗ് ഒക്കെ ചെയ്തതാണ്. എല്ലാം റെഡിയാണ്. പക്ഷേ പേഴ്സണൽ ഡിഫിക്കൽട്ടീസ്, ടെക്നിക്കൽ പോലും അല്ല, ഓരോരുത്തരുടെയും ലൈഫിൽ വന്ന ചെറിയ പേഴ്സണൽ ഡിഫിക്കൽട്ടീസ് കാരണം അതൊരു ഡോക്യുമെൻ്ററിയായി നമുക്ക് മുമ്പോട്ട് ഇറക്കാൻ, ജനങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് അനുഭവം വരുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കുക അല്ലേ? അങ്ങനെയൊക്കെ ഓരോ വലിയ ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെയൊക്കെയുള്ള ഐതിഹ്യമുണ്ട്. എന്തായാലും അടുത്ത കോളാരം നോക്കാം കേട്ടോ. ഹലോ, പോത്തി സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
പേര് പറയാം. പേര് പറയൂ. അനഘ എവിടുന്നാ വിളിക്കണേ? ഞാൻ പാച്ചല്ലൂര്. പാച്ചല്ലൂരിൽ നിന്നാണ് അല്ലേ? ഓക്കെ. അനഘ എന്താണ്, അനഘ പാട്ട് പാടുവോ? കണ്ടോ, എനിക്ക് സൗണ്ട് കേട്ടപ്പോഴേ തോന്നി പാട്ട് പാടുന്ന. അതാണ് ഒരു മിസ്. ശരി, അപ്പൊ ഒരു പാട്ട് പാടിത്തരും. ഏതാണ് അനഘയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? ഏതാ? മറ്റേ ഇപ്പോഴത്തെ തുടരും സിനിമയിലെ പാട്ട് ഭയങ്കര നല്ലല്ലേ, കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ, അത് പഠിക്കോ? എനിക്ക് വരികൾ കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്നാ അറിയുന്ന പാട്ട് പാടിക്കോളൂ, കുഴപ്പമില്ല. അറിയുന്ന പാട്ട് പാടിക്കോ. ദൂരെ ഒരു മഴവിൽ നീളം വർണ്ണം പോൽ തൂവൽ കവിതയിൽ നിന്മായാലാവണ്യം ഇന്നൽ നിന്നോമൽ കാൽത്താളം നീനാം സ്വരചരിയിൽ നീ മൗനം പാതാളം. സാന്ധ്യരാഗങ്ങൾ. ബാക്കിയും കൂടെ പോരട്ടെ. പാടുന്ന ഭൂമിയും മാനവനും. എന്ത് രസം. പവിഴമഴയേ നീ പെയ്യുമോ ഇന്നീതലേ, നീ പാടുമോ നാളങ്ങളിൽ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു. ഇത്ര ബ്യൂട്ടിഫുൾ സോങ്. അടിപൊളി അടിപൊളി. മൂന്ന് ഡിഫറെന്റ് പിച്ചിലാണ് നമ്മൾ പാടിയതെങ്കിലും അത്യാവശ്യം വളരെ നന്നായിട്ട് തന്നെ. ആ പാട്ടിന്റെ ഒരു സൗന്ദര്യം അടിപൊളി. നല്ല നല്ല പാട്ടല്ലേ, ഇത്ര ബ്യൂട്ടിഫുൾ സോങ്ങാ. ശരിക്കും ഈ പാട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കേൾക്കണം. ഒരു ഭയങ്കര ഫീലാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് അനഘ. എന്തായാലും വന്ന കാര്യം നടക്കട്ടെ. ഇഷ്ടപ്പെട്ട നമ്പർ പറയും. 51. ഓക്കെ, അനഘയുടെ ആ പാട്ടിന് ശരിക്കും ഒരു സ്വർണം കിട്ടേണ്ടതാണ്. എന്നാലും സ്വർണ്ണ നാണയത്തിന് അറിയില്ലല്ലോ ഇക്കാര്യം. അപ്പൊ 51 ഞാൻ തുറന്നു നോക്കാൻ പോവാണ്. അനഘ നോക്കിക്കോളൂ. അയ്യോ സാരില്ല അനഘ. വിളിച്ച് കിട്ടി സംസാരിച്ച അനഘയുടെ പാട്ട് എല്ലാവരും കേട്ടു. നമ്മൾക്ക് സംസാരിക്കാൻ സാധിച്ചില്ലേ? അതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് അനഘ. നല്ല ഗംഭീരമായിട്ടുള്ളൊരു പാട്ടാണ് സെലക്ട് ചെയ്തത്. നന്നായി പാടുകയും ചെയ്തു. താങ്ക് യു സോ മച്ച് അനഘ. അടുത്ത പ്രാവശ്യം വിളിക്കൂ കേട്ടോ. ഓക്കെ, നല്ല പാട്ട്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഏത് സിനിമയിലെ പാട്ട്? നമ്മുടെ സായി പല്ലവിയും ഫഹദ് ഫാസിലും കൂടി ചേർന്ന് അഭിനയിച്ച സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ സായി പല്ലവി എനിക്ക് തോന്നുന്നു ഇത്തിരി കാഴ്ചയ്ക്ക് എന്തോ പ്രശ്നമുള്ളൊരു കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ നല്ല സിനിമയുമാണ്. പക്ഷേ പാട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. താങ്ക് യു അനഘ. എന്തായാലും ഇന്ന് നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം തുടരാം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വാഗതം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ ഇന്നത്തെ ഐശ്വര്യമായ എപ്പിസോഡിലേക്ക്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. പലയിടങ്ങളിലും നേരത്തെ വിളിച്ച കോളർ പറഞ്ഞ പേര് ഞാൻ മറന്നു കേട്ടോ. ഒരുപാട് കോൾസ് വരികയല്ലേ, അപ്പം നമുക്ക് ചിലപ്പോൾ പേരുകൾ നമ്മൾ കൺഫ്യൂഷനായി പോകും. അപ്പോൾ വിളിച്ച ഒരാൾ പറഞ്ഞതുപോലെ തന്നെ അമ്പാടി കണ്ണന്മാരുടെ ഘോഷയാത്രയൊക്കെ ഇന്ന് പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ട്രാഫിക് റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ടാവും.
ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതുപോലത്തെ കാര്യങ്ങൾ ക്രൗഡും ഘോഷയാത്രകളൊക്കെ വരുമ്പം ട്രാഫിക്കിന് ഇങ്ങനെ തടസ്സം വരുമ്പോൾ ചിലപ്പോൾ ഒക്കെ നമുക്ക് തോന്നും ഇതൊരു വലിയ തടസ്സമാണ്, ഇതൊന്നും കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങി ചെയ്തുകൂടെ എന്നൊക്കെ നമുക്ക് തോന്നും. ഇത് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, ഒരു വിഭാഗത്തിൻ്റെ വലിയൊരു വിശ്വാസമാണല്ലേ നമ്മുടെ ഇതൊക്കെ. പക്ഷെ ഒരു വിഭാഗത്തിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലും കൂടെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് കുഞ്ഞ് കണ്ണന്മാരെയൊക്കെ നല്ല ഒരുക്കി കൃഷ്ണന്മാരാക്കി ഇറക്കുന്ന ദിവസമാണ് ഇന്ന്. അതൊക്കെ കാണാൻ എനിക്ക് കൊതിയാവണം. അടുത്ത കോളർ ആരാണ് നോക്കാം കേട്ടോ. ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് സിന്ധു. എന്തൊക്കെയുണ്ട് ബിന്ദു വിശേഷം? ബിന്ദു അല്ലേ? സിന്ധു. സിന്ധു, എന്തൊക്കെയുണ്ട് സിന്ധു വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. എവിടെയാ സ്ഥലം? സ്ഥലം പൊൻകുന്നം. പൊൻകുന്നം, ഓക്കെ. അപ്പൊ ഓണമൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാതെ പോയി. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 18 സിന്ധു പറഞ്ഞിരിക്കുന്ന നമ്പർ. പൊൻകുന്നത്ത് നിന്ന് ആണ് സിന്ധു വിളിക്കുന്നത്. അപ്പൊ സിന്ധു 18ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നല്ലൊരു ദിവസമാണ്. ഇതുവരെ ആർക്കും സ്വർണം പക്ഷെ കിട്ടിയിട്ടില്ല. നമുക്ക് നോക്കാം സിന്ധുവിന്റെ ഭാഗ്യ പരീക്ഷണം. കൺഗ്രാറ്റുലേഷൻസ് സിന്ധു. ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോ. മോൻ പറഞ്ഞിട്ടുണ്ട് യുഗമോനെ യാഗമോനെ അന്വേഷിച്ചെന്ന് പറയണോന്ന്. ആകാശിന്റെ അമ്മയെ വിളിക്കുന്നത്. ഓഹോ, ആരുടെ അമ്മയാണ്? ആകാശിന്റെ അമ്മ. ഓക്കെ, ആകാശിന്റെ അമ്മ. ഓക്കെ, അപ്പൊ ആകാശോട് പ്രത്യേക അന്വേഷണം പറയാ. തീർച്ചയായിട്ടും ഞാൻ എന്റെ 2 മക്കൾക്കും അന്വേഷണം കൊടുക്കാട്ടെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഏതായാലും സ്വർണം വീട്ടിലെത്തുമ്പോ സന്തോഷം ഞങ്ങളെ വിളിച്ചറിയിക്കുക. നല്ലൊരു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും. ശരി, താങ്ക് യു സോ മച്ച്. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ മക്കളെയൊക്കെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്ക് യു സോ മച്ച് ആകാശ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആകാശേ സ്വർണം വീട്ടിലെത്തും. അപ്പോൾ ഡബിൾ ആഘോഷം വീട്ടിലുണ്ടാവണം. ഓണം കഴിഞ്ഞു, ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് തന്നെ സ്വർണം കിട്ടി. എല്ലാം കൂടെ പൊളിക്കുക കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത കോളർ റെഡിയാണോ നോക്കാം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് നമുക്ക് ഒരാൾക്കാണ് ഇതുവരെ സ്വർണം കിട്ടിയത്. 18 എന്ന നമ്പറിലായിരുന്നു സ്വർണം ഉണ്ടായിരുന്നത്. ആകാശിൻ്റെ അമ്മ സിന്ധു ആണ് വിളിച്ചത്. അവർക്കാണ് നമുക്ക് സ്വർണം കൊടുക്കാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, ഇതുവരെ വന്നിട്ടുള്ള 18ലാണ് സ്വർണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി പെട്ടെന്ന് ആരെങ്കിലും 17 19 ഒക്കെ പറയുകയാണെങ്കിൽ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയാം. കാരണം 17 18 19 അങ്ങനെ അടുപ്പിച്ച സ്വർണം വെക്കോ? ചിലപ്പോൾ വെച്ചേക്കാട്ടോ, എന്നാലും സാധ്യത കുറവല്ലേ. ഓക്കെ, ശരി. അപ്പം നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കേ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സുറുമി. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹലോ സുറുമി, കേൾക്കാമോ? കേൾക്കാം. സുറുമിയെ കുറിച്ച് നല്ല ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. സുറുമ എഴുതിയ മിഴികളെ, കേട്ടിട്ടുണ്ടോ? പഴയ പ്രേംനസീറിന്റെ പാട്ട്. നമ്മൾ ലാലേട്ടന്റെ പാട്ടുകളും ഇപ്പോഴത്തെ ബേസിലിന്റെയും നസ്ലിന്റെ ഒക്കെ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് പ്രേംനസീറിന്റെ പാട്ട് അല്ലെ? ശരി. അപ്പൊ സുറുമി എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കെ, ശരി. സ്ഥലം പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ? മണക്കാട്. ഓക്കെ സുറുമി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 31. ഓക്കെ, 31-നുള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ സുറുമി, നോക്കിക്കോളൂ. അയ്യോ സുറുമിയേ, സ്വർണ്ണം ഇല്ല. സാരില്ല കേട്ടോ. മക്കളൊക്കെ ഉണ്ടോ വീട്ടില്? മക്കളൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നല്ലൊരു ഞായറാഴ്ച ആഘോഷിക്കുക. അടുത്ത പ്രാവശ്യം വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, നമ്മളെ വിളിച്ചത് സുറുമിയാണ്. മണക്കാട് നിന്നാണ് വിളിച്ചത്, ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ. സുറുമി പറഞ്ഞത് 31 എന്ന നമ്പറാണ്. 31-ൻ്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല കേട്ടോ സുറുമി. അപ്പോൾ ഇതുവരെ വിളിച്ചതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 18-ൻ്റെ ഉള്ളിലാണ് സ്വർണ്ണം ഉള്ളത്. ഓക്കെ, ശരി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഓണവിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഓണത്തിൻ്റെ സമയത്ത് നമുക്കിവിടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ പരിപാടികളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് സ്വർണ്ണവർഷം ഉണ്ടാവാൻ സാധിച്ചില്ല കഴിഞ്ഞ ആഴ്ച. പക്ഷേ ഓണത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് അറിയുന്ന 2-3 പേർക്ക് വളരെ വിഷമമുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചതായിട്ടും ഒക്കെ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഓണം മുഴുവനായിട്ട് ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. അവർക്കൊക്കെ വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു, ഇന്നും പ്രാർത്ഥിക്കുന്നു അല്ലേ? ശരി, അടുത്ത കോളർ ആരാണ് നോക്കട്ടെ കേട്ടോ. വന്നിട്ടുണ്ട്. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എവിടുന്നാ വിളിക്കണേ? മണികണ്ഠൻ. ഒറ്റപ്പാലത്ത് നിന്നാണ്. ശരി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. എന്താ വെറുതെ ഇരിക്കുമ്പോ എന്താ ചെയ്യാറ്? പാട്ട് പാടും, സിനിമ കാണും, എന്താ ചെയ്യാറ്?
അയ്യോ, മാച്ച് ക്രിക്കറ്റ് എന്തെങ്കിലും ഇങ്ങനെ കാണും. ക്രിക്കറ്റ് കാണും അല്ലേ? ശരി, ഓക്കെ. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും കളി നടക്കുന്നുണ്ടോ? ഞാൻ ക്രിക്കറ്റ് കാണാറില്ല. ഇപ്പൊ കളി എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടല്ലേ? സോറി ഷമീർ, ഞാൻ ഒട്ടും ഫോളോ ചെയ്യാത്തൊരു കളി ആയതുകൊണ്ട് എനിക്കറിയില്ല. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ഒരു 70 എടുക്കാം. 70 ഏറ്റവും അവസാനത്തെ നമ്പറാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ശരി, 70-ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മണികണ്ഠനെ കാത്ത് 70-ന്റെ ഉള്ളിൽ. അയ്യോ, സ്വർണ്ണ ഇല്ലല്ലോ. സോറി. അതെ, സോറി മാത്രം ഉണ്ട്. ആർക്ക് വേണം സോറി അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് മണികണ്ഠ. അപ്പൊ ക്രിക്കറ്റ് കളിയൊക്കെ കാണും, ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ. പല വീടുകളിലും വളരെ എന്താ പറയുക, സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചാലഞ്ച് ഉണ്ടാക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ടെലിവിഷൻ സീരിയലും ക്രിക്കറ്റും. കാരണം ഏത് നേരം ഒന്നെങ്കിൽ ഭർത്താക്കന്മാർ ക്രിക്കറ്റിന് മുമ്പിലേക്ക് അല്ലെങ്കിൽ ഭാര്യമാർ സീരിയലിന് മുൻപിലിരിക്കും. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സീരിയൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ക്രിക്കറ്റ് കളിക്ക് മാറ്റമൊന്നുമില്ല. സീരിയലൊക്കെ ഇപ്പോൾ മാറി, ഇപ്പോൾ റിയാലിറ്റി ഷോസ് ആയിരുന്നു കുറച്ചാൾ മുമ്പ് വരെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ OTT ഇറങ്ങിയ എല്ലാം വെബ് സീരീസാണ്. അപ്പോൾ ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും വില്ലന്മാർ ഇപ്പോഴും വില്ലന്മാരെ തന്നിട്ട് തുടരുന്നു. അപ്പോൾ നമ്മൾ ഇതൊന്ന് തിരിച്ചറിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചാനലൊക്കെ ഒന്ന് മാറ്റി ഭാര്യയെടുത്തും കുട്ടികളോടൊപ്പം ഒക്കെ ഇരുന്നാൽ സന്തോഷമായിട്ട് സമാധാനമായിട്ട് മുൻപോട്ട് പോവാം. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത കോൾ ആരാണ് നോക്കാം. ഹലോ ഹലോ ഹലോ, പോറ്റി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? താങ്ക് യു. ഇത് ഞാൻ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്, രജനിയാണ്. എന്തൊക്കെയുണ്ട് രചന വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങളൊക്കെ പറയൂ. ഓണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ട്രിപ്പൊക്കെ ശേഷം എത്തി. എവിടെയായിരുന്നു പോയത്? ഞങ്ങൾ ട്രിവാൻഡ്രായിരുന്നു. ആഹാ, എവിടുന്നാ വിളിക്കുന്ന സ്ഥലം? സ്ഥലം പാലക്കാട്. ഓണം വെക്കേഷന് പോയത് ട്രിവാൻഡ്രത്തായിരുന്നു. ട്രിവാൻഡ്രത്ത് വന്നു. ഓക്കെ, ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ നാട്ടിൽ വന്നു അല്ലെ? എന്നിട്ട് ഇവിടെ വന്നിട്ട് എവിടെയൊക്കെ പോയി എന്ന് പറയോ? മ്യൂസിയം. ഞങ്ങൾ സൂവില് പോയി, പിന്നെ ലുലു മോള്. ഓക്കെ, ലൈറ്റ്സ് ഒക്കെ കണ്ടു? പോയി. ഫുൾ മ്യൂസിയത്തിൽ അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ കണ്ടോ? ഓണം ലൈറ്റ്സ് ഒക്കെ അത്യാവശ്യം കണ്ടെന്നുള്ളൂ. 1 വീക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി. ഓക്കെ, അടിപൊളി. അപ്പം കാണേണ്ടതൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ കോവളം ശംഖുമുഖം ബീച്ചിലൊക്കെ പോയോ? ശംഖുമുഖം പോയി, അത് കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു. കോവളം പോയില്ല, ഇനി നെക്സ്റ്റ്. അപ്പൊ എല്ലാ വർഷവും ഉള്ള ഒരു യാത്രയാണ് തിരുവനന്തപുരത്തേക്ക്. നല്ലൊരു തീരുമാനമാണ് കേട്ടോ. ഓണ സമയത്ത് വേണം തിരുവനന്തപുരത്ത് വരാൻ. ഓക്കെ, അപ്പൊ ആ യാത്രയുടെ ഒക്കെ ഒരു ഊർജ്ജം ഇപ്പോഴും ഉണ്ട് കേട്ടോ സൗണ്ടില്. നമുക്കൊക്കെ ഒരു ഭയങ്കര എനർജി ഉണ്ട് ആ ഒരു വോയിസ് കേൾക്കുമ്പോ. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു നമ്പർ പറഞ്ഞട്ടെ. നമ്പർ 58. 58 ആണ്. 58-ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 58 ഞാൻ തുറക്കാൻ പോവാണ്. ശരിക്കും നോക്കിക്കോളൂ. അയ്യോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. ഉള്ളില് സ്വർണമില്ല. സാരില്ല, അതിലൊന്നും കാര്യമില്ല. എന്തായാലും അടിച്ചു പൊളിക്കുക. അടുത്ത ആഴ്ച വീണ്ടും വിളിക്കുക കേട്ടോ. താങ്ക് യു, ബൈ. ശരി, അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമുക്ക് വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. പക്ഷേ ആ നമ്പറിലേക്ക് ദയവായി വിളിക്കരുത്. അത് വാട്സാപ്പിന് വേണ്ടി മാത്രമുള്ള നമ്പറാണ്. ഓക്കെ, മറ്റൊരു നമ്പർ അറിയാലോ, വിളിക്കാൻ പറഞ്ഞ നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാം. 8086011313 എന്ന നമ്പറാണ്. ഓക്കെ, 11313 ലാസ്റ്റിൽ വരുന്ന നമ്പർ. അതിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ധാരാളം വാട്സാപ്പ് മെസ്സേജ് നമുക്ക് വരുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നില്ല, കാരണം പറയുന്നത് കേൾക്കുമ്പം പെട്ടെന്ന് ചാനൽ മാറ്റി ഈ നമ്പർ പറയുമ്പോൾ എല്ലാവരും അതിൽ വിളിക്കും. അതുകൊണ്ട് ഈ നമ്പർ വീണ്ടും പറയുന്നില്ല. വാട്സാപ്പ് മാത്രം ചെയ്യാൻ നമ്പറിലേക്ക് വിളിക്കേണ്ട നമ്പർ എല്ലാവർക്കും അറിയാം. 8086011313 എന്ന നമ്പറും കൂടിയുണ്ട്. നിങ്ങളിപ്പോൾ ACVയിൽ കാണുന്നത് കൂടാതെ ഇങ്ങനെ ഒരു നമ്പറും കൂടിയുണ്ട്. ഓക്കെ, ശരി. അപ്പം എന്തായാലും നമുക്ക് ഇന്ന് ഒരാൾക്കാണ് സ്വർണം കൊടുക്കാൻ ഇതുവരെ സാധിച്ചത്. അത് നമ്പർ 18 ആയിരുന്നു കേട്ടോ. ബാക്കി ഇത്രയും ബോക്സസ് ഒക്കെ പോയി എന്നുണ്ടെങ്കിലും സ്വർണ്ണം ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഇനി സമയമുണ്ട്, അപ്പോൾ ഇനിയും പോവും. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പം FM-ൽ കേട്ടൊരു വാർത്തയാണ് കേട്ടോ. വാർത്തയല്ല, ഒരു നല്ലൊരു സ്റ്റോറിയാണ്. അതായത് ചെറിയൊരു സ്റ്റോറിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ 2 തരത്തിലുള്ള എന്താ പറയുക, വുൾഫിന് എന്താ, എനിക്ക് പെട്ടെന്ന് മലയാളം കിട്ടുന്നില്ല. ചില വാക്കുകളുടെ മലയാളം പെട്ടെന്ന് കിട്ടില്ല. വുൾഫ്
എന്താ പറയുക, ചെന്നായാണോ, വുൾഫുണ്ട്. 2 തരത്തിലുള്ള വുൾഫുണ്ടെന്ന് പറയും. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ, എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ 2 തരത്തിൽ നമ്മുടെ മനസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കേട്ടോ 2 വുൾഫായിട്ട്. ഒരു വുൾഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ദേഷ്യവും മറ്റുള്ളവരുടെ അസൂയ ഇതൊക്കെയുള്ള ഒരു വുൾഫാണ്. മറ്റേ വുൾഫ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും കൈൻഡ്നെസ്, അതിൻ്റെ സമാധാനത്തിൻ്റെയൊക്കെ വുൾഫാണ്. ഇവർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണെന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു അപ്പൂപ്പന് ഒരു കൊച്ചുമകന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. അപ്പോൾ കൊച്ചുമകൻ ചോദിച്ചു, ഓക്കെ അപ്പൂപ്പ, പക്ഷേ ആരാ ജയിക്കണേ? അപ്പോൾ ഇതിലൊരാൾ ജയിക്കണമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കണം എന്താ, സ്നേഹത്തിൻ്റെയും കൈൻഡ്നെസ്സിൻ്റെയും ചെന്നായ അല്ലെങ്കിൽ വുൾഫ് ജയിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം. പക്ഷേ അങ്ങനെയല്ല. ആര് ജയിക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ ആർക്ക് ഭക്ഷണം കൊടുക്കുന്നോ അവർ ജയിക്കും എന്നാണ് പറഞ്ഞത്. എത്ര കറക്റ്റാണല്ലേ? കാരണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു മനുഷ്യരും പെർഫെക്റ്റ് അല്ല. എല്ലാവരുടെ ഉള്ളിലും നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. നമ്മൾ കൂടുതൽ ഏത് ചിന്തകളെയാണോ വളർത്തുന്നത് ആ ചിന്തകളാണ് ജയിക്കുക. അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. എനിക്ക് ഭയങ്കര നല്ലൊരു സ്റ്റോറി ആയിട്ട് തോന്നി. ഞാൻ വിചാരിച്ചു നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അടുത്ത കോളർ റെഡിയാണെന്ന് തോന്നുന്നു. ആരാണ് നോക്കാം. ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ബിന്ദു. എവിടുന്നാ വിളിക്കണേ ബിന്ദു? തിരുവല്ലം. തിരുവല്ലം അല്ലേ? ശരി. എന്താണ് ബിന്ദു? ക്ഷേത്രത്തിനടുത്തുനിന്നാണ്. എവിടെ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുന്നോ? പരശുരാമസ്വാമി ക്ഷേത്രത്തിനടുത്ത്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പം എങ്ങനെയാണ് ക്ഷേത്രത്തിൽ അടുത്ത്, ഈ ക്ഷേത്രത്തിന്റെ ഒക്കെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ നമ്മളെപ്പോലെ എപ്പോഴും ക്ഷേത്രത്തിൽ അങ്ങനെ പോവാറില്ല? അങ്ങനെയാണോ? അതോ പോവാറുണ്ടോ ക്ഷേത്രത്തില്? പോവാറുണ്ട്. ഓക്കെ ഓക്കെ. കാരണം നമ്മൾ പറയാറില്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാലോ എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ പോവില്ല, പക്ഷെ പോവാറുണ്ട് അല്ലേ? നല്ല കാര്യം. ഓക്കെ. അപ്പൊ എന്തായാലും നമ്പർ പറഞ്ഞോളൂ, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 19. ശരി. അപ്പൊ 19-നുള്ളിൽ നമുക്ക് സ്വർണമുണ്ടോ എന്ന് നോക്കാം. തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ, ശരിക്കും നോക്കിക്കോളൂ കേട്ടോ. അയ്യോ, 19-നുള്ളിൽ സ്വർണ്ണം ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ 18-നുള്ളിൽ നമുക്ക് സ്വർണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ തൊട്ടപ്പുറത്ത് 19-നുള്ളിൽ സ്വർണം വെക്കാനുള്ള സാധ്യത ഇല്ലാതില്ല, എന്നാലും കുറവല്ലേ? സാരില്ല, അടുത്ത ആഴ്ച വീണ്ടും വിളിക്കൂ കേട്ടോ. കട്ടായോ? ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്ട്രാറ്റജിക്ക് വർക്കൗട്ട് ചെയ്യും, ചിലപ്പോൾ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യില്ല. പക്ഷേ നമ്മൾ 18-ൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ 19-ലോ 17-ലോ ഉണ്ടാവുമോ എന്ന് 2 വട്ടം നമ്മളൊന്ന് ചിന്തിക്കും. നമ്മളങ്ങനെ ചിന്തിക്കില്ലോ എന്ന് ഓർത്ത് ചിലപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ വെക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല, എന്നാലും സാധ്യത കൂടുതൽ ഇല്ലാതിരിക്കാനല്ലേ? ശരി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കോളർ വരുന്നുണ്ട്. ഒരുപാട് കോൾസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലത് കട്ടായി പോവാറുണ്ട്, ചിലത് സ്റ്റക്ക് ആവാറുണ്ട്, ചിലത് കണക്റ്റായി കഴിഞ്ഞതിന് ശേഷം കട്ടായി പോവാറുണ്ട്. അപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമാണ്. ഒരു കോൾ ഇപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ട്. ആരാണ് നമുക്ക് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ ദീപ, നമസ്കാരം. നമസ്കാരം. പേര് പറയാമോ? വേണുഗോപാൽ, ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്ന്. എന്തൊക്കെയുണ്ട് ചേട്ടാ, സുഖാണോ? സുഖം. മറ്റേയാളെ അറിയുമല്ലോ. അറിയാം. ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓണമൊക്കെ തരക്കേടില്ല. മോളും ഇവിടെ വന്നിട്ടുണ്ട്, ഹൈദരാബാദിലായിരുന്നു. ഹൈദരാബാദിൽ വന്നിട്ടുണ്ടായിരുന്നോ? അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, മകനെ ഇവിടെ കുസാറ്റിൽ ചേർത്താ. ഓക്കെ. അപ്പൊ ഓണത്തിന് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോ അടുത്ത മാസം പോവുള്ളൂ. അത് ശരി. ഓക്കെ. അപ്പൊ അടിച്ചു പൊളിച്ചു. പിന്നെ അല്ല, മക്കളും കൊച്ചുമക്കളൊക്കെ ഉള്ളപ്പോ തന്നെ ഒരു സന്തോഷം അല്ലേ? അതാണ്. ഓക്കെ. അപ്പൊ ശരി, ഇന്ന് നല്ലൊരു ദിവസമാണ്. അപ്പൊ സ്വർണം കിട്ടുമോ നമുക്ക് നോക്കാം. നമ്പർ പറഞ്ഞോ. 63. ഞങ്ങൾക്ക് 6ാമത്തെ സ്വർണം കിട്ടുമോ ഇല്ലോ നോക്കാനാണ്. ദൈവമേ, 6ാമത്തെ സ്വർണം! എനിക്ക് വയ്യ ഇങ്ങനെ. ദൈവമേ, എല്ലാരും ശരിക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും. 6ാമത്തെ സ്വർണം 63 അല്ലേ? നോക്കട്ടെ, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, 63 ഞാൻ തുറക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. നമ്മുടെ സ്വർണ്ണവർഷത്തിൽ എപ്പോഴും വിളിക്കുന്ന ഒരു കുടുംബമാണ്. അയ്യോ, സ്വർണ്ണില്ല. സാരില്ല, വീണ്ടും വിളിക്കുക കേട്ടോ. എല്ലാവർക്കും ഒരു പ്രചോദനമാണിത് കേട്ടോ. വീണ്ടും വിളിക്കുക. ഓക്കെ, എല്ലാവരോടും അന്വേഷണം പറയൂ. താങ്ക് യു. ഭയങ്കര നല്ലൊരു കോളറല്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണ്, എപ്പോഴും ഞാൻ സംസാരിക്കുന്നതാണ്. 63 പറഞ്ഞ 6 സ്വർണം കിട്ടിയ ആളെന്ന് ആലോചിച്ച് നോക്കൂ. 6 സ്വർണം നമ്മുടെ സ്വർണ്ണവർഷത്തിൽ നിന്ന് കിട്ടിയതാണത്. ഭയങ്കര സന്തോഷം തോന്നും. കാരണം നമ്മളിങ്ങനെ
ഈ ചിലപ്പോൾ ഒക്കെ ഓരോരുത്തർ ഓരോ പ്രശ്നം ഉണ്ടാക്കും, സ്വർണം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള ആളുകൾ വിളിച്ച് ലൈവായിട്ട് പറയുമ്പോഴാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ലൈവായിട്ട് തന്നെ കൊടുക്കുക എന്ന് പറയുന്നത്. 6 സ്വർണം കിട്ടിയ ആളാണ് ഈ വിളിച്ചിരിക്കുന്നത്. വെരി നൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സ്വർണ്ണവർഷം നമ്മൾ തുടങ്ങിയ സമയത്ത് നമുക്കറിയായിരുന്നു ഇതൊരു ഗെയിം ഷോ ആകുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയായിരുന്നു. പക്ഷെ ഇത്രയും നാൾ എനിക്ക് തോന്നുന്നു 2 വർഷമായെന്ന് തോന്നും. ഇത്രയും നാളിങ്ങനെ ആ പരിപാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, സ്പോൺസേഴ്സ് മാറി മാറി വരുന്നു. ഇന്നിപ്പോൾ പോത്തി സ്വർണ്ണമഹൽ നമ്മളെ പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ അന്ന് പ്രതീക്ഷ ഇത്രയൊക്കെ വലുതാവും എന്നുള്ളത്. എന്തായാലും നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഷഹബാസ്. എവിടുന്നാ വിളിക്കുന്നേ? മണക്കാട് നിന്നാണ്. ഓക്കെ, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 3D. ഓ, 3D ആണല്ലോ, ഭയങ്കര മോഡേൺ. ശരി ഷഹബാസ്, ഒരു പാട്ട് പാടിത്തരുമോ? പിന്നെ എന്താ അറിയാവുന്നേ? ഡാൻസ് ചെയ്യാൻ അറിയോ? എന്താ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം? മോനോ ഷഹബാസിന് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ഡ്രോയിങ് ചെയ്യും അല്ലേ? ശരി, ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ഷഹബാസ്. പോയോ? 53. 53 അല്ലേ? 53. ഓക്കെ, 53 നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഷഹബാസിനെ കാത്ത് 53ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ? അയ്യോ ഷഹബാസേ, ചക്രേ സ്വർണമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ടൊക്കെ വരയ്ക്കൂ, നല്ല മിടുക്കനായിട്ട് പഠിക്കൂ. താങ്ക് യു, ബൈ. എൻ്റെ മോൻ്റെ പ്രായമാണ് കേട്ടോ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹബാസ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രായത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് വരയ്ക്കുക എന്നുള്ളത്. പക്ഷെ അതിൽ ആ ഒരു വാസന കണ്ടെത്തി നമ്മൾ അതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ എൻ്റെ മോനും വരയ്ക്കും, അവന് വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ വരയ്ക്കുന്നതൊക്കെ അവൻ ഈ കാണുന്ന കാർട്ടൂണിലെ ക്യാരക്ടേഴ്സും വീഡിയോ ഗെയിമിലെ ക്യാരക്ടേഴ്സിനും ഒക്കെയാണ്. പക്ഷെ അതല്ല നമ്മൾ നോക്കേണ്ടത്, എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് അതിന് ക്ലാസ്സിൽ കൊണ്ടുവന്ന് അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് നല്ലൊരു ഡ്രോയിങ് ക്ലാസ് ചേർക്കുക എന്നുള്ളത്. ആദ്യം ചേർക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ചിലപ്പോൾ ബോറടിക്കും. കാരണം ഡ്രോയിങ് ഒക്കെ ആദ്യം തുടങ്ങുന്നത് ഓരോ വരയൊക്കെ വെച്ചിട്ടായിരിക്കും തുടങ്ങുക ചെറിയ രീതിയിൽ. അപ്പോൾ ബോറടിക്കും. എൻ്റെ മോന് ബോറടിച്ചു ആദ്യം. പക്ഷേ പിന്നീട് അതിനെ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിലായിരിക്കും അവർക്ക് അതിന് ക്ലിക്കാവുക. പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതിലൊരു വാസന ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതൊരു കലാവാസന അതിലുണ്ട്, നന്നായി വരയ്ക്കും എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഷഹബാസിൻ്റെ അച്ഛനും അമ്മയും കേൾക്കാനും കൂടി വേണ്ടിയിട്ടാണ് പറയണത്. അത്ര നന്നായി വരയ്ക്കും എന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ശരി, അപ്പം നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ജിസി. എവിടുന്നാ വിളിക്കണേ ജിസി? ട്രിവാൻഡ്രം. ഓക്കെ, ട്രിവാൻഡ്രത്ത് എവിടെയാണ്? ശാസ്തമംഗലത്താണ്, നല്ല സെന്ററിലാണ് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? നമ്മുടെ മ്യൂസിയം ഭാഗത്തോട്ടൊക്കെ ഇറങ്ങിയോ? പോയിരുന്നു. അവസാന ദിവസത്തെ ഘോഷയാത്രയൊക്കെ കണ്ടോ? ഫ്ലോട്ടൊക്കെ കണ്ടോ? ഫ്ലോട്ട് ഞാൻ കാണാൻ പോയില്ല, മോള് പോയിരുന്നു. മോളൊക്കെ പോയിരുന്നു. ശരി, ഓക്കെ. വീട്ടിൽ ഭയങ്കര സൈലൻസ് ആണല്ലോ. മക്കളൊക്കെ വലിയ കുട്ടികളാ? ഇല്ല, ഒരു മോള് പഠിക്കുന്ന കുട്ടിയായിട്ട്. പഠിക്കുന്ന ഒരു മോള്. ശരി, ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. ബോക്സ് നമ്പർ 60. 60. ഓക്കെ, 60 ഞാനൊന്ന് തൊണ്ടില്ല. 60 തുറന്നു നോക്കട്ടെ കേട്ടോ. നോക്കിക്കോളൂ, ഓപ്പൺ ചെയ്യാൻ പോവാണ്. 60. അയ്യോ, 60 സ്വർണ്ണം ഇല്ല. കുഴപ്പമില്ല, ഗോൾഡ് കിട്ടിയിട്ടുണ്ട് കുറെ. ഓഹോ, ഗോൾഡ് കുറെ കിട്ടിയിട്ടുണ്ടല്ലേ? നേരത്തെ ഒരാള് പറഞ്ഞ പോലെ നമുക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ശരിക്കും ഭയങ്കര സന്തോഷം കേട്ടോ അത് കേൾക്കുമ്പോ, ഭയങ്കര സന്തോഷം. ഒരുപാട് നമുക്ക് കോയിൻ കിട്ടിയിട്ടുണ്ട്. മോൾക്കും എനിക്കും എന്റെ കസിൻസിന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് ശരി, വെരി നൈസ്, വെരി നൈസ്. ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോ. അപ്പൊ എന്തായാലും സാരില്ല, അപ്പൊ അടുത്ത പ്രാവശ്യം വിളിക്കും, നിരാശ വേണ്ട. ഓക്കെ, നോ കംപ്ലൈന്റ്സ്. താങ്ക് യു, ബൈ. ഇതാ അടുത്ത ആള്. ആൾക്ക് മാത്രമല്ല, കസിൻസിനും മോൾക്കും ഒക്കെ ധാരാളം സ്വർണം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ സ്വർണ്ണം ഉണ്ടായില്ല. പക്ഷേ അതിന് വലിയ നിരാശയില്ല, കാരണം ധാരാളം സ്വർണം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. എനിക്കൊന്ന് തുടങ്ങിയ സമയം തൊട്ടേ വിളിക്കുന്നുണ്ടാവും.
അതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾക്ക് മാത്രമേ സ്വർണം പോയിട്ടുള്ളൂ. അത് 18ാം നമ്പറിനുള്ളിലുള്ള സ്വർണ്ണമായിരുന്നു. ബാക്കി സ്വർണ്ണമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആർക്കാണെന്നുള്ളത് നമുക്കിങ്ങനെ നോക്കാം. അറിയാലോ, വിളിക്കേണ്ട നമ്പർ 8086011313 എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് വിളിക്കാൻ ഉള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അത് കൂടാതെ വാട്സാപ്പ് ചെയ്യുന്ന ആളുകൾ 12:45 വരെ മാത്രം വാട്സാപ്പ് ചെയ്യുക. ആ നമ്പറിലേക്ക് കോൾ ചെയ്യാനേ പാടില്ല. ഓക്കെ, ശരി. അടുത്ത കോൾ ആരാണ് നമുക്ക് നോക്കിയാലോ. ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് ജയേഷ് എന്നാണ്. എവിടുന്ന് വിളിക്കണേ ജയേഷ്? ഞാൻ വിളിക്കുന്നത് പാറശാല. പാറശാല. ഓക്കെ, എന്തൊക്കെയാണ് പാറശാലയിലെ വിശേഷങ്ങളൊക്കെ പറയൂ. പാറശാലയിൽ സന്തോഷം, സുഖം. സുഖം. നല്ല ചൂടല്ലേ? ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്. രക്ഷയിത് എപ്പോൾ താഴുമെന്തോ. ലോകത്ത് മുഴുവൻ ഈ ഒക്ടോബർ മുതൽ വിന്റർ മന്ത്സ് എന്നാണ് പറയുക. ഒക്ടോബർ, നവംബർ, ഡിസംബർ. നമുക്ക് മാത്രം ഈ വിന്ററും ഇല്ല, ഒന്നുമില്ല. ഫുൾ ടൈം ചൂട് തന്നെയാണ് അല്ലേ? നല്ല ചൂട്, നല്ല ചൂടാണ്. ശരി, ഓക്കെ. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ജയേഷ്. ഇഷ്ടപ്പെട്ട നമ്പർ 45. 45. ഓക്കെ, അതെ. അപ്പൊ 45ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. അയ്യോ, 45ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല ജയേഷേ. വളരെ സന്തോഷം. ഫോൺ കിട്ടിയത് തന്നെ വളരെ സന്തോഷം. ഇതിന് മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഫസ്റ്റ് ടൈം വിളിക്കുകയാണ്. അപ്പം സ്വർണം കിട്ടാൻ അത്രയും സന്തോഷമുണ്ട് വിളിച്ച് കിട്ടിയത്. അതെ അതെ അതെ, ശരിക്കും അത് ഭയങ്കര ഭാഗ്യം കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം തന്നെ വിളിച്ചിട്ട് അപ്പൊ തന്നെ കണക്ട് ആയി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കും. ഇതൊരു പ്രചോദനം ആവട്ടെ. ഇനി സ്വർണം എയിം ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, നമ്മളെ വിളിച്ചത് ജയേഷ് ആണ്. ഒരുപാട് തവണ വിളിച്ച് കിട്ടാണ്ട് ഇന്ന് ഫസ്റ്റ് ടൈം വിളിച്ച്, അല്ല എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് വിളിക്കുന്നത്. വിളിക്കുമ്പോൾ തന്നെ കണക്റ്റ് ആവുകയും ചെയ്തു. അതൊക്കെ വളരെ റെയറാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് കോൾസ് വന്നിട്ട് കോൾസ് സ്റ്റക്കായിക്കൊണ്ടിരിക്കുന്ന ടൈമാണിപ്പോൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണക്ഷൻ തരുന്ന, ടെലിഫോൺ കണക്ഷൻ തരുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഇത്രയും റഷ്, കോൾസിൻ്റെ റഷ് ഒരേ ടൈമിൽ വരുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ വരാറില്ല എന്നാണ് പറയുന്നത്. അത്രയും നമുക്ക് കോൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കോളുകളുടെ ഇടയിലും ജയേഷിൻ്റെ കോള് വിളിച്ച് കണക്റ്റായി കിട്ടി എന്ന് പറയുന്നത് ശരിക്കും ഭാഗ്യമാണ് കേട്ടോ. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ബിനു. എന്താ പേര്? ബിനു ആണ്. വിനു അല്ലേ? ബിനു, അതെ അതെ. ഓക്കെ, വിനു, എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? ഓണമൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ട്രിവാൻഡ്രം, എൻ്റെ വീട് പാലക്കാടാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ട്രിവാൻഡ്രത്തുണ്ട്? ട്രിവാൻഡ്രത്തുണ്ട്. അപ്പൊ ഓണത്തിന്റെ സമയം വീട്ടിൽ പാലക്കാട് പോയോ അതോ ട്രിവാൻഡ്രത്ത് നിന്നോ? ഇല്ല, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ഓക്കെ, ഓണത്തിന്റെ സമയം നിന്ന് ട്രിവാൻഡ്രം വിട്ടിട്ട് എങ്ങനെ പോകും അല്ലേ? അതെ അതെ, അത്രയും നല്ല ആഘോഷമായിരുന്നു. നിശാഗന്ധിയിലൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, പോയോ ആ വഴിക്ക്? എവിടേക്കാ? കേട്ടില്ല. നിശാഗന്ധിയിലൊക്കെ ഒരുപാട് പോയിരുന്നു. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 61. 61. ശരി, 61ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ വിനു. അയ്യോ വിനു, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അടുത്ത പ്രാവശ്യം ശ്രമിക്കൂ എന്നാണ് ഉള്ളിൽ നിന്നുമുള്ള മെസ്സേജ്. അടുത്ത പ്രാവശ്യം വിളിക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് വിനു, ബൈ. ഇത് നമുക്ക് ഏതോ രീതിയിൽ വെക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ തൽക്കാലം. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ വിളിച്ചത് വിനു ആണ്. തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. പാലക്കാടാണ് വീടുള്ളത്. പക്ഷേ ഓണത്തിന് പാലക്കാട് പോയില്ല, ട്രിവാൻഡ്രത്ത് തന്നെ നിന്നു എന്നാണ് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല. നമുക്ക് അത്രയും സമയമില്ല. അപ്പോൾ കുടുംബം എവിടെയാണോ പാലക്കാടാണോ എന്ന് ചോദിക്കാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാവും കേട്ടോ. തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു, വീട് മറ്റ് പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഓണത്തിന് മേജർ കൺഫ്യൂഷൻ ആയിരിക്കും. വീട്ടിൽ പോയില്ലെങ്കിൽ പരാതി ഉണ്ടാവും ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ തിരുവനന്തപുരത്ത് അടിപൊളി പരിപാടികൾ നടക്കുന്നു. അപ്പോൾ ഇതിലിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക്. എന്തായാലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഓണത്തിൻ്റെ സമയത്ത് ആരും പരാതി പറയേണ്ട, തിരുവനന്തപുരം വിട്ട് പോവില്ല ആരും. ഓക്കെ, അടുത്ത കോൾ ആരാന്ന് നോക്കാം. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അത് എറണാകുളത്തുനിന്ന് ഷിജാന്ന് പേര്. എറണാകുളത്തുനിന്ന്? ഹലോ, പേരെന്താ? ഷിജ. ഓക്കെ, ഷിജ, എറണാകുളത്ത് എല്ലാവരും സുഖമായിരിക്കണോ? കുടുംബമൊക്കെ എല്ലാവരും ഓക്കെ, ഹാപ്പി? ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട എനിക്ക് നല്ല സുഖമായിരിക്കണോ? ഓണമൊക്കെ കാണാറുണ്ട്. ഓക്കെ, ഓണമൊക്കെ ഞങ്ങൾക്കും നല്ല ഓണമായിരുന്നു. എല്ലാം നന്നായി പോയി. ശരി, അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ.
56. 56. ശരി, 56ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ? നമുക്ക് നോക്കാം. ഹലോ. 56 ഞാൻ തുറക്കാൻ പോവാ, നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ. ഓക്കെ, നോക്കിക്കോ. 56. അയ്യോ, 56ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല. സാരില്ല, വീണ്ടും വിളിക്കൂ കേട്ടോ. ശരി, താങ്ക് യു സോ മച്ച്, ബൈ. ശരി, അപ്പം നമ്മളെ 56ലാണ് സ്വർണം പറഞ്ഞിരുന്നത്. 56നുള്ളിലും സ്വർണ്ണമില്ല. ഇതുവരെ വിളിച്ചവരിൽ 18ആണ്. ഇന്നിപ്പോൾ പോയ നമ്പേഴ്സിൽ കൂടുതലും പോയിട്ടുള്ളത് ഇതാ കണ്ടോ, ഈ 40കളുടെ റോ പോയിട്ടുണ്ട്, 50കൾ പോയിട്ടുണ്ട്, 60കളിലെ കുറച്ച് നമ്പേഴ്സും പോയിട്ടുണ്ട്. പക്ഷെ ഒട്ടും പോവാത്ത 30കളാട്ടോ. പിന്നെ അതേപോലെ 20കളും പോയിട്ടില്ല. 20, 30 ഇത്തവണ ആർക്കും വേണ്ട. പക്ഷെ നോക്കിക്കോ, ചിലപ്പോൾ സ്വർണ്ണം ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിലായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തൊക്കെയോ ലോജിക്കൊക്കെ ഉപയോഗിക്കും, പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി നമുക്ക് എത്ര പെട്ടെന്നാണ് 2025 പോയത്. ഇനി നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓണം കഴിഞ്ഞാൽ വർഷം പെട്ടെന്ന് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയായി, ദീപാവലി വരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് ന്യൂ ഇയറിലേക്കുള്ളത് നവംബർ തൊട്ടേ തുടങ്ങും, ക്രിസ്മസ് ന്യൂ ഇയർ അല്ലേ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് അയക്കേണ്ട നമ്പറല്ല, സമയം കഴിഞ്ഞിരിക്കുകയാണ്. 12:45 വരെയായിരുന്നു. പിന്നെ നമ്മൾ അതിൽ നിന്നുള്ള വിന്നറിനെ തിരഞ്ഞെടുക്കുന്ന സമയമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇനി ആരും അതിലേക്ക് വാട്സാപ്പ് ചെയ്യണ്ട, നമ്മൾ ക്ലോസ് ചെയ്യാണ് കേട്ടോ. ശരി, അപ്പം അടുത്ത കോളിലേക്ക് നമുക്ക് പോവാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് ഐശ്വര്യ. എവിടെ വിളിക്കണേ ഐശ്വര്യ? ട്രിവാൻഡ്രത്താണ് ഇപ്പൊ. ട്രിവാൻഡ്രം ആണോ സ്ഥലം? അല്ല, പാലക്കാട്. ഇന്ന് ഒരുപാട് പേര് പാലക്കാട് ട്രിവാൻഡ്രം കോമ്പിനേഷനിൽ നിന്ന് ഒരുപാട് പേര് ഇന്ന് വിളിച്ചിട്ടുണ്ട്, കോൾസ്. എങ്ങനെയുണ്ട് ട്രിവാൻഡ്രം ആണോ പാലക്കാടാണോ കൂടുതൽ ഇഷ്ടം? കേട്ടില്ല. ട്രിവാൻഡ്രം ആണോ പാലക്കാടാണോ കൂടുതൽ ഇഷ്ടം? രണ്ടോടും ഇഷ്ടമാണ്. ഓക്കെ, കല്യാണമൊക്കെ കഴിച്ചാണോ? വീട്ടിൽ കുടുംബമൊക്കെ ഉണ്ടോ? അതെ, കഴിഞ്ഞു. ഹൗസ് വൈഫാണ്. 2 വയസ്സുള്ള ഒരു മോളുണ്ട്. 2 വയസ്സുള്ള മോളുടെ. ഹസ്ബൻഡിന്റെ വീടാണോ ട്രിവാൻഡ്രം? അല്ല, ഹസ്ബൻഡ് വീടും പാലക്കാട്, ജോലി ഇവിടെയാ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ കുറെ ആയി സെറ്റിൽ. അത് ശരി, ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 36 ആണോ? 36? അതെ, 36. 36 ഞാൻ തുറക്കാൻ പോവാട്ടോ. നോക്കിക്കോ. 36. സോറി, 36ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല. അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. മോളുടെ പേരെന്താ? 2 വയസ്സുകാരിയുടെ പേര് പറയോ? നിർവി. ഓക്കെ, നിർവി കുട്ടിക്ക് ഞങ്ങളുടെ പ്രത്യേക സ്നേഹാന്വേഷണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. നിർവിയുടെ പ്രായത്തിലും ഒരു മോനുണ്ട് എനിക്ക്, പ്രത്യേക ഒരു സ്നേഹാന്വേഷണം ഇരിക്കട്ടെ. ശരി, അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും സ്വർണം കിട്ടുന്ന ആരാണെന്ന് നോക്കാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം തിരിച്ചെത്തും ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വീണ്ടും സ്വാഗതം പ്രിയപ്പെട്ട ACV പ്രേക്ഷകർക്ക്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് ഇങ്ങനെ കടക്കുവാണ്. പക്ഷേ വീണ്ടും കോൾസിനുള്ള സാധ്യതയുണ്ട്, ഇനിയും സ്വർണ്ണം പോകാനുള്ള സാധ്യതയുണ്ട്. വാട്സാപ്പിലൂടെ അയച്ചവരിലെ വിന്നേഴ്സ് ആരാണെന്ന് അറിയാനുള്ള സമയമുണ്ട്. ഇനി അങ്ങനെ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും വെയിറ്റിംഗ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് ഐശ്വര്യമുള്ളൊരു ദിവസമാണ്, ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഞങ്ങൾ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് ശ്രീകാര്യം പൗടിക്കോണം ഭാഗത്ത് കേട്ടോ, കേരളാദിത്യവർമ്മ റോഡൊക്കെ ഇല്ലേ, ആ ഭാഗത്തൊക്കെയാണ്.
അവിടെ എന്ത് ഉത്സവം വന്നാലും അവിടുത്തെ അസോസിയേഷനൊക്കെ ഭയങ്കര ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ ഞങ്ങൾ മോനെ കീബോർഡ് ക്ലാസ്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങി. അവിടെ ഫുൾ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലാഷ് ചെയ്ത് ഉറിയടിയും, കുട്ടികളൊക്കെ ആ ഉറി അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചാട്ടവും നമ്മൾ നേരിട്ട് കണ്ടു. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര മേളമായിരുന്നു. അതുപോലെ പലയിടങ്ങളിലും ഉണ്ടാവും. ഇന്ന് ഒരുപാട് ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അടുത്ത കോൾ ആരാണ് നോക്കേ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ആ പേര് പറഞ്ഞോ. ബിനോ. ശരി, എവിടുന്നാ വിളിക്കണേ ബിനോ? ഓക്കെ, ട്രിവാൻഡ്രത്ത് എവിടെയാണ്? മെഡിക്കൽ കോളേജിനടുത്ത്. ആദ്യമായിട്ടാ വിളിക്കണേ? ആദ്യമായിട്ടാ വിളിക്കണേ അതോ മുൻപ് വിളിച്ചിട്ടുണ്ടോ? സെക്കൻഡ് ടൈം. ഓക്കെ, ശരി. ഓക്കെ, സോ ബിനു, എന്തായാലും ഓണമൊക്കെ നന്നായി പോയിന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടിപൊളിയായിരുന്നു. ശരി, സന്തോഷം കേൾക്കുമ്പോ. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 26 ആണോ പറഞ്ഞേ? ഓക്കെ, സോ 26 ഞാൻ തുറന്ന് നോക്കാൻ പോവാണ്. ബിനോ, നോക്കിക്കോളൂ. ഓ സോറി, ഇല്ല, ഉണ്ടാവുന്ന് കുറച്ചു കഴിഞ്ഞ് ചോദിച്ചാൽ മതിയായിരുന്നു. എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ബിനോ, എനിക്ക് അറിയില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ബിനോ. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ഗൂഢാലോചനകളുടെയൊക്കെ പിന്നിൽ എൻ്റെ പാവപ്പെട്ട ബുദ്ധിയാണെന്നുള്ളൊരു ചിന്ത പലർക്കുമുണ്ട്. അത് വെറും മിഥ്യാധാരണയാണ്. ഞാൻ കൃത്യം 11:30 ഇവിടെ എത്തുന്നു, മേക്കപ്പ് ഇടുന്നു, ഞാൻ വരുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു. അതിന് മുൻപേ ഇതെല്ലാം സെറ്റായി കഴിയും. ഇതിനുള്ളിൽ എന്നെ കേട്ടില്ല. അതുകൊണ്ട് ഇതുമായിട്ട് യാതൊരു പങ്കുമില്ല. ഓക്കെ, സാരമില്ല ബിനോ, ഓരോ ആഴ്ചത്തെ നമ്മുടെ എന്താ പറയുക തലവര പോലെ ഇരിക്കും. അടുത്ത പ്രാവശ്യം വിളിക്കും കേട്ടോ. ശരി, നമ്മുടെ അടുത്ത കോളർ റെഡിയാണ് എന്ന് തോന്നുന്നു. ഇന്ന് ധാരാളം പേര് വിളിച്ചിട്ടുണ്ട്. എത്ര ബോക്സ് അടഞ്ഞിട്ടുണ്ടോ അത്രയും കോൾസ് നമുക്ക് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത്രയും വന്നിട്ടുണ്ട്. അതിൽ 18 നമുക്ക് സ്വർണ്ണം ഉണ്ടായിരുന്നത്. ബാക്കി സ്വർണ്ണം മറ്റെവിടെയൊക്കെയോ ഒളിച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് ബോക്സസ് ആണ്, എന്ന് വെച്ചാൽ താരതമ്യേന കുറച്ച് ബോക്സസ് ആണ് ഇനിയും തുറന്നിരിക്കുന്നുള്ളൂ. അപ്പം അത്രയും ഉള്ളിൽ ബാക്കി സ്വർണ്ണമൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി വിളിക്കുന്നവർക്ക് വലിയ സാധ്യതയാണ് സ്വർണ്ണം കിട്ടാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ അവസാന നിമിഷങ്ങൾ നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആക്കാം. അതുകൊണ്ട് അവസാന നിമിഷം വിളിക്കുന്ന ആർക്കാണ് സ്വർണം കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അപ്പം എന്തായാലും നമ്മുടെ അടുത്ത കോള് റെഡിയാണ്. ആരാണ് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ ഹലോ, പേര് പറയാമോ? പേര് പ്രസന്ന. പ്രസന്ന, എവിടുന്നാ വിളിക്കണേ? പ്രസന്ന ചേച്ചി ഓർമ്മയുണ്ടാ? ഓ, നമ്മുടെ പ്രസന്ന ചേച്ചി, പാലക്കാട് എന്നുള്ള പ്രസന്ന ചേച്ചി അല്ലേ? ചേച്ചി സോറി, എന്ന് വെച്ചാലേ നമുക്ക് പ്രത്യേകിച്ച് പാലക്കാട് നിന്ന് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് പേര് കേട്ടപ്പോ മനസ്സിലായില്ല കേട്ടോ. ഓക്കെ, ശരി. എന്തൊക്കെയാണ് പാലക്കാട് ചൂടിന്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ്? നമ്പർ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. 59. ഓക്കെ, 59-നുള്ളിൽ സ്വർണ്ണം ഉണ്ടാവോ നോക്കാം നമ്മുടെ പ്രസന്ന ചേച്ചിയെ കാത്ത്. ഓക്കെ, 59 ഞാൻ തുറക്കാൻ പോണു. നോക്കിക്കോ ചേച്ചിയെ, സ്വർണ്ണം ഇല്ല. സാരില്ല കേട്ടോ. ഇനി വിളിക്കാം. താങ്ക് യു. വീണ്ടും വിളിക്കണം കേട്ടോ. എല്ലാവർക്കും സുഖം. വീട്ടിലെല്ലാരോടും അന്വേഷണം പറയണം കേട്ടോ. പിള്ളേർക്കൊക്കെ സുഖം. രാഹുൽ ചേട്ടന് സുഖം. ഓണമൊക്കെ ഗംഭീരായിരുന്നു. നന്നായി ആഘോഷിച്ചു. എല്ലാം ഗംഭീരായിരുന്നു. താങ്ക് യു ചേച്ചി. അവിടെ എല്ലാം ഓക്കെ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ആയിട്ട് ഓണം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. താങ്ക് യു. നല്ലൊരു ചേച്ചി അല്ലേ, നല്ല ഊർജ്ജസ്വലമായി സംസാരിക്കുന്നതിന് മുൻപ് വിളിച്ചിട്ടുണ്ട് ചേച്ചി. എനിക്കൊന്നും പലതവണ വിളിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ചേച്ചി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ എൻ്റെ കുട്ടികളെയൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. നമുക്ക് ഒരുപാട് നാളായിട്ട് അറിയുന്ന ആളുകളൊക്കെ വിളിക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ എന്തായാലും ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നു. സത്യത്തിൽ ഈ ടെലിവിഷനിലൊക്കെ നമ്മൾ പരിപാടി ചെയ്യുക, ഇപ്പോൾ ടി വിയിൽ പ്രോഗ്രാം ചെയ്യണം തന്നെ ഇല്ല. ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും
ആ ഒരു കഴിവുണ്ട്, സംസാരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് വീഡിയോസ് ഇട്ട് സ്റ്റാർ ആവാം. അപ്പം നമ്മളെ കുറേ പേര് അറിയുമ്പോൾ ഉള്ളൊരു ഗുണം ഇതാണ്, എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം. നമുക്ക് നല്ലത് വരണമെന്ന് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നു. നേരിട്ട് അറിയാത്ത പരിചയമില്ലാത്ത ഒരുപാട് പേര് നമ്മളെ അന്വേഷിക്കുന്നു. അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ശരി, അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത കോളർ ആരാണ് നോക്കാമേ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? മീനു. മീനു, ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പം മിനു ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. മിനു 57 57 അല്ലേ? ഓക്കെ, 57ന്റെ ഉള്ളിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ, ഞാൻ തുറക്കാൻ പോവാണ്. മിനു നോക്കിക്കോ. ഓ നോ മിനു, 57ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ല. കുഴപ്പമില്ല, സാരില്ല മിനു, അപ്പൊ വീണ്ടും വിളിക്കുക. താങ്ക് യു സോ മച്ച്, ബൈ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കോൾസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. കോൾസിലൂടെ ഒരാൾക്കാണ് സ്വർണം കിട്ടിയത്, നമ്പർ 18ന്റെ ഉള്ളിലായിരുന്നു. ഇനി നമുക്ക് വാട്സാപ്പിലൂടെ അയച്ചിട്ടിൽ നിന്നുമുള്ള വിന്നർ ആരാണെന്ന് അറിയണം അല്ലേ? അത് ഞങ്ങൾ മറന്നിട്ടില്ല. അപ്പം നമുക്ക് ഇന്നുള്ള വിന്നർ കാലിക്കറ്റിൽ നിന്നും ഒരാളാണ്, ശരത്. ഓക്കെ, ശരത് അയച്ചിരിക്കുന്ന നമ്പർ 69 കണ്ടോ. 70 ഒരാൾ പറഞ്ഞു, പക്ഷെ 69 പറഞ്ഞില്ല. 69-നുള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്നൊന്ന് വെരിഫൈ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ശരത്തെ നോക്കിക്കോളൂ, ഞങ്ങൾ തുറക്കാൻ പോവാണ്. ശരത് നോക്കിക്കോ. യേയ്, കൺഗ്രാറ്റുലേഷൻസ് ശരത്. അയ്യോ, ഈ 70 പറഞ്ഞ ആൾ ആരാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടില്ല. ഇപ്പോൾ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്നുണ്ടാവും. 70 വരെ 69 പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. കാരണം കോൾസിലാണല്ലോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം 69 കോളിൽ ആരെങ്കിലും പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ശരത്തിന് കിട്ടില്ലായിരുന്നു, ആ വിളിച്ച ആൾക്ക് കിട്ടുള്ളായിരുന്നു. അപ്പോൾ ശരത്തിന് ഇന്ന് ഭാഗ്യമുണ്ട്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ശരത്, താങ്ക് യു സോ മച്ച്. അടുത്ത തവണ വിളിക്കാൻ നോക്കൂ കേട്ടോ, വാട്സപ്പ്. ചിലപ്പോൾ വിളിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല ഐശ്വര്യമുള്ളൊരു ആഴ്ചയായിരുന്നു. ഓണാഘോഷങ്ങൾ എല്ലാ സ്ഥലത്തും. അതേപോലെ ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണ്, ശ്രീകൃഷ്ണ ജയന്തിയാണ്, ഘോഷയാത്രകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞൊരു ഞായറാഴ്ച ആവട്ടെ. ഇനി വരുന്ന ദിവസങ്ങളും എല്ലാവർക്കും നന്മ നിറഞ്ഞതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിസ് ഇസ് ദീപ രാഹുൽ ഈശ്വർ സൈനിങ് ഓഫ് ഫ്രം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ചാ. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.